ഇടുക്കി അടിമാലിയിൽ അർബുദ രോഗിയെ കെട്ടിയിട്ട് പണം കവർന്ന കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം. ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 സംഘം ഇന്നു മുതൽ അന്വേഷണം ആരംഭിക്കും. അടിമാലി സ്വദേശി ഉഷ സന്തോഷിനെയാണ് കെട്ടിയിട്ട ശേഷം പണം കവർന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ? നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മുതലാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം വിപുലമായ രീതിയിൽ ഈ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അടിമാലിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ അന്വേഷണ സംഘം എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലൊരു മോഷണം നടന്നത്. ക്യാൻസർ രോഗിയായ ഒരു വീട്ടമ്മയെ വീടിനുള്ളിൽ കെട്ടിയിട്ട ശേഷമാണ് ഇത്തരത്തിൽ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 16,000 രൂപ മോഷ്ടാവ് അപഹരിച്ചത്. ശേഷം മേഖലയിൽ വിപുലമായ അന്വേഷണം നടത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരെയും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇടുക്കി ഡിവൈഎസ്പിയുടെ കീഴിൽ 10 സംഘത്തെ ഈ ഒരു അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. വീട്ടിൽ നിന്ന് കിട്ടിയ വിരലടയാളത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തി നടക്കുമ്പോൾ CCTV ദൃശ്യങ്ങളും, അതായത് ഈ മേഖലയിൽ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച ഒരു അന്വേഷണം ആണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോഴും ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ ഇടുക്കി ഉൾപ്പെടെ നൽകുന്ന ഒരു വിശദീകരണം. അടുത്ത ദിവസം തന്നെ ഈ ഒരു പ്രതിയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് അന്വേഷണ സംഘം നൽകുന്ന, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. അടിമാലി സ്വദേശിയായിട്ടുള്ള ഉഷ സന്തോഷിനെയാണ് ഇത്തരത്തിൽ കെട്ടിയിട്ട ശേഷം ഈ 16,000 രൂപ മോഷ്ടിക്കുന്നത്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് കൃത്യമായി അറിവുള്ള ആളാണ് മോഷണം നടത്തിയത് എന്നുള്ള ഒരു നിഗമനമാണ് പോലീസിനുള്ളത്. അതായത് രാവിലെ 7 മണിയോട് കൂടിയാണ് ഈ ഒരു മോഷണം നടക്കുന്നത്. ഉഷ തലേ ദിവസം ഈ ഒരു കീമോതെറാപ്പി കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്ന് ക്ഷീണിതയായി ഉറങ്ങുകയായിരുന്നു. ഈ വീട്ടിൽ നിന്ന് മകളും ഭർത്താവും പുറത്തു പോകുന്ന സമയം നോക്കിയാണ് ഈ മോഷ്ടാവ് വീടിനുള്ളിൽ കടക്കുകയും ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വിപുലമായ അന്വേഷണം നടത്തുന്നതിനായി ഒരു 10 സംഘത്തെ നിലവിൽ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ശരി.